ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇന്നതാ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കിച്ചൺ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ കിച്ചൺ മാറിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെറിയൊരു സൽക്കാരമുണ്ട്. എൻ്റെ നാത്തൂൻ്റെ ആങ്ങള നാളെ പോവുകയാണ്. അപ്പോൾ ഓരെയും വിളിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ ഓളെ അമ്മോൻ്റെ വീട്ടിലിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അമ്മോൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓനും വൈഫിനെയും ഓരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു സൽക്കാരം കേട്ടോ, വലിയ സൽക്കാരമൊന്നുമല്ല. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടാണ് പോകുന്നത്. പിന്നെ റിച്ചുമോ ഇപ്പോൾ സ്കൂൾക്ക് പോവലില്ല, കൈകൊണ്ട് വയ്യാത്തതുകൊണ്ട്. പിന്നെ ഇപ്പോൾ കലോത്സവമൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ പഠിപ്പൊന്നുമില്ല. അപ്പോൾ ഐഫക്കുട്ടി റിച്ചൊന്ന് സ്കൂൾക്ക് പോയിട്ടില്ല. അപ്പോൾ ഓരെയും കൊണ്ട് പോന്നിട്ടുണ്ട്. മറ്റൊരു രണ്ടാളും രാവിലെ പോയി. അപ്പോൾ വന്ന പാടനെ കിച്ചണിക്ക് കയറിയേക്കാണ്. പിന്നെ സവാളയൊക്കെ ഓള അരിഞ്ഞൊക്കെ റെഡിയാക്കിനി. അതേപോലെ ചിക്കനൊക്കെ കഴുകി വെച്ചാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനുള്ളതൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് കുക്കിങ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓള് ചെയ്ത് വെച്ചാണ്. അപ്പം വേഗം പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം കരുതിട്ടോ ആദ്യം. പിന്നെ ബീഫും പുറത്തടുപ്പത്ത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെമ്പിൽ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒക്കെ വഴന്ന് വന്നതിന് ശേഷം മസാല അത്യാവശ്യം നല്ലോണം, മസാലയല്ല സവാള അത്യാവശ്യം നല്ലോണം വഴറ്റിയെടുക്കണം, എന്നാലുള്ള മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചിക്കനൊന്നും നമ്മൾ പൊരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പച്ചക്ക് ദമ്മിട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും കുരുമുളക് പൊടി, പിന്നെ ബിരിയാണി മസാലയും പെരുംജീരകപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് മസാലപ്പൊടികളെ പച്ചമണക്കൊന്ന് മാറി വന്നതിന് ശേഷം തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ നമ്മൾ 2 കിലോ അരിയും അതേപോലെ ഒരു 3 കിലോന് ചിക്കനുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കാൻ. നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഈ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ അരി ഇപ്പോൾ 2 കിലോനാണെങ്കിൽ 1 കിലോന് അധികം എടുക്കണം, ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ 1 കിലോ അധികം എടുത്തതാണ് നമ്മൾ ചിക്കൻ. ഇതിപ്പോൾ 3 കിലോ ചിക്കൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോഴുള്ളൂ അത്യാവശ്യം മസാലയൊക്കെ നല്ലോണം വിളമ്പിട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവുക. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ കട്ട് ചെയ്തതൊക്കെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു. ഇനി തൈരും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. ചിലപ്പോൾ ചില തൈര് നല്ല പുളിയേക്കാരം, ചില തൈര് പുളി കുറവേക്കാരം. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഉപ്പും പുളിയൊക്കെ. എന്നിട്ട് പിന്നെ കുറവാണെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ തൈരൊക്കെ അത്യാവശ്യം പുളിയില്ല തൈര് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നാരങ്ങ നീരൊക്കെ ചേർത്തുകണല്ലോ, അപ്പം പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയൊക്കെ അതേപോലെ എല്ലാം ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് എരിവോ അല്ലെങ്കിൽ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ നോക്കിയിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ. അല്ലാതെ നമുക്ക് കറക്റ്റ് അളവിലൊന്നും ഇപ്പം അങ്ങനെ ഇട്ടാണ്ട് ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒക്കെ ആദ്യം കുറേശ്ശെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഉള്ളതിനനുസരിച്ചിട്ട് പിന്നെ ഇല്ലാത്തൊക്കെ പിന്നെ വീണ്ടും അങ്ങനെ ചേർത്ത് കൊടുക്കും. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാല എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ബിരിയാണി മസാല ആണെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അതേപോലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല ഒരു ബിരിയാണീൻ്റെ കറക്റ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ. ബിരിയാണീൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ ചേർക്കും. പുറത്തുനിന്നൊക്കെ കുക്ക് ചെയ്യുമ്പം, പുറത്തുനിന്ന് തന്നെ നമ്മൾ ഹോട്ടൽ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ചേർക്കലുണ്ടാവും. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ഉള്ള സാധനങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. നമ്മളത് നല്ല നാടൻ ബിരിയാണിയാണ്, വീട്ടിലെ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ തൈരും നാരങ്ങനീരൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് പിന്നെ ചിക്കനൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്താണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ ബിരിയാണി മസാല കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല അല്ല, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാല ആയിട്ട് ഉണ്ടാക്കണം. ബിരിയാണി മസാലൻ്റെ റെസിപ്പിയൊക്കെ അതിൻ്റെ മുന്നേ കുറേ
ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറേ മുന്നേയൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ളത്. പിന്നെ ഞാൻ വന്നപ്പോഴത്തേനോട് നാത്തൂന് ബിരിയാണി മസാലയൊക്കെ പൊടിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അവിടെ പുറത്തടുപ്പിൽ ഒരടുപ്പിൽ ഉമ്മ ബീഫ് അടുപ്പത്ത് വെച്ചിരുന്നു, ഒരടുപ്പത്ത് പിന്നെ ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ വരുമ്പോഴത്തേന് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചതാട്ടോ. ഈ ചെമ്പിൻ്റെ കളർ അതാണ് ഇങ്ങനെ. ഈ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിന്. അപ്പോൾ ഞാനതിന് ആ തിളച്ച വെള്ളം മാറ്റിയിട്ടുണ്ട്. പിന്നെ വറ്റിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ ചെമ്പ് അടുപ്പത്ത് വെച്ച് സാധാ ചെയ്യണ പോലെ തന്നെ സൺഫ്ലവർ ഓയിലും ആർക്കേജിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. സവാളയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയില്ലേ, ഇനി അണ്ടിപ്പരിപ്പൊക്കെ അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അതിക്ക് പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഏലക്ക, കറാമ്പൂ, പട്ട, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടേനി, ആ അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ബിരിയാണി അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകില്ല, ആ കറക്റ്റ് പാകത്ത് വേവിനായിട്ട് കിട്ടും ചെയ്യും. നല്ല റൈസ് ആയിക്കാരം കേട്ടോ. ചോറ് ശരിക്ക് ബിരിയാണീൻ്റെ ചോറ് നല്ലോണം വേവണം, വേവും വേണം, വേറി പോവും ചെയ്യരുത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വറുത്തിട്ട് പിന്നെ നമ്മൾ തിളച്ച വെള്ളം അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ അരി ഒരു പാത്രത്തിൽ ആദ്യം അളന്നെടുക്കും, എന്നിട്ട് പിന്നെ അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ സുഖമാണ്. പിന്നെ കൈമ റൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം യൂസ് ചെയ്യരുത്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. ഇത് ജോക്കറാണ് കേട്ടോ ഈ ഒരു അരിൻ്റെ പേര്. ഇതും നല്ല അരിയാണ് കേട്ടോ, ബിരിയാണി ഉണ്ടാക്കാനും നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ അടിപൊളി അരിയാണ്. പിന്നെ വെള്ളത്തേക്ക് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലൊക്കെ അരിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതവൊക്കെ ഉണ്ടെങ്കിൽ അതും കുറേശ്ശൊക്കെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ റൈസും അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മസാലയ്ക്ക് ഞാൻ കുറച്ചും കൂടെ മല്ലിച്ചപ്പും പുതിനൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. എരിവും പുളിയൊക്കെ പാകമാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ആർക്കേജിൻ്റെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ റോസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിൻ്റെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമ്മൾ ഇപ്പോൾ ചിക്കൻ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചില്ലേ, അപ്പോൾ അതിന് ഇറങ്ങി വന്നതാണ് കേട്ടോ. അത് ഒരു കുഴപ്പമില്ല, ആ വെള്ളം അതിൽ കടന്നോട്ടെ. അത് ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വറ്റും. ചിക്കൻ ആണെങ്കിൽ വെന്തിട്ടില്ലല്ലോ, ചിക്കൻ വേവുമ്പോൾ മസാലയൊക്കെ സെറ്റ് ആവും കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ചിക്കൻ ശരിക്കും ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് വെള്ളമൊന്നും ഇറങ്ങി വരാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഈ ചിക്കന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കടന്നാണ്ട് ചിക്കൻ വേകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ റൈസൊക്കെ വെന്തിട്ടുണ്ട്, ഇനിയും ഒരു 80% വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിക്കും ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പം നമുക്ക് വട്ട ചെമ്പ നല്ലത്. ഇത് കുറേ മുന്നുള്ള നമ്മളെ വീടൊക്കെ പഴയ വീടല്ലേ, അപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങനെ പഴയ തന്നെ ആവട്ടോ വീട്ടിലുള്ളത്. കാലൊക്കെ ആയിട്ട് ഞാൻ പറയണത്. ഇങ്ങനത്തെ ബിരിയാണി ചെമ്പ് ഇപ്പോൾ എവിടെയും കാണലുണ്ടാവില്ലല്ലേ. ഇങ്ങനത്തെ ചെമ്പിനെക്കാട്ടിലും നല്ലത് വട്ടച്ചെമ്പാണ്. വട്ടച്ചെമ്പിലാവുമ്പോൾ നമുക്കിതിങ്ങനെ കോരിയിടാനും ഒക്കെ സുഖമാണ്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്താണ്ട് തന്നെയാണ് റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ കൂടി ഒന്നും നെയ്യൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ലെയറായിട്ട് ഇങ്ങനെ സവാളയും അണ്ടിപ്പരിപ്പ് മുതിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ നെയ്യ് ചേർക്കില്ല കേട്ടോ. നെയ്യ് ഇനി ഏറ്റവും മേലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും മേലെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ മേലെ ചേർത്ത് കൊടുക്കുമല്ലോ, അതിൻ്റെ മേലെ കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് മേലെ കനലിടുമ്പോഴേ ആ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ കരിയും. അപ്പോൾ കുറച്ച് റൈസ് അതിൻ്റെ മേലെ ഇട്ടാൽ കുഴപ്പമില്ല. പിന്നെ നെയ്യും ഒരു 1.5 സ്പൂൺ നെയ്യും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കനൽമേ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കല്ല, നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കനൽ അടുപ്പിലുണ്ട്. പിന്നെ അടുപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടേന്. നമ്മളെ വീട് ഞാൻ പറഞ്ഞല്ലോ പഴയ വീടാണ്, പഴയ അടുപ്പാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പൊളിച്ചോടുന്ന് മാറ്റും കേട്ടോ. നമ്മൾ ഇങ്ങനെ മണ്ണിട്ട സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. അടി ഇങ്ങോട്ട് ഇരുന്നിട്ട് അടുപ്പൊക്കെ ആകെ ഇതായിട്ടുണ്ട്, പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ നന്നാക്കണം. അങ്ങനെ നമ്മളെ ബിരിയാണി ഞാൻ അടുപ്പത്ത് വെച്ച്
ഓലക്കൊടി വെച്ചാണ്ട് ഒന്ന് കത്തിച്ചിട്ടുണ്ടായിന്. പിന്നെ കനൽ ഞാൻ പറഞ്ഞല്ലോ അടുപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവി വരുന്നത് നോക്കണം. പിന്നെ മേലെ അടുപ്പിൻ്റെ മേലെ കുറച്ച് കനൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തു. അപ്പോൾ മേലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ആവി കണ്ടപ്പോൾ ഞാൻ തീയൊക്കെ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ കനലുമേൽ അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കിച്ചണത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 2 ദിവസമായാലും വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഈ ഒരു സമയത്താണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേലേക്ക് പോകുന്നതാണ് കുട്ടികളെ ഒച്ചയും വിളിയൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിച്ചുമോ അവിടെ കടന്നൂറിലുണ്ട് കേട്ടോ. ഓൻ്റെ കൈ കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നുമില്ല അപ്പം. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള ഗസ്റ്റൊക്കെ വരട്ടെ. അപ്പോഴത്തിന് നമ്മളെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്യാം. പിന്നെ ഇവിടുന്ന് മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കുറേ വീടുകളുണ്ട്, നമ്മളെ വീടിൻ്റെ അടുത്തടുത്ത് വീടുകളുണ്ട്. പിന്നെ കുട്ടികളൊന്നും ഇല്ലായിട്ടേ ഒരു ഒച്ചയും വിളിയൊന്നും ഇല്ല. അനിയത്തി മക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒരു പിന്നെ ഇനിയിപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കുടുംബസംഗമം ഉണ്ട്. ഇനി ഒന്നും വരണ്ടേന്ന് പറഞ്ഞാണ്ട് കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് സ്കൂൾ മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്നുണ്ടായൊരു സൽക്കാരമാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പോയിന്ന്. വീഡിയോ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ. വൈഫൈ വളരെ സ്പീഡ് കുറവാണ്. എന്താണെന്നറിയില്ല, എവിടെയില്ല, നമ്മളെ വീട്ടിലൊന്നും ഇല്ല ഇനിയും. അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടേന്. പക്ഷേ അപ്ലോഡ് ആവാൻ കുറേ ടൈം എടുത്ത്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വരാൻ വൈകിയത്. 2 മണിക്ക് തന്നെ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഞാൻ. പക്ഷേ അപ്ലോഡ് ആവാൻ വൈഫൈ ഇല്ലാത്തതുകൊണ്ടേ ആയില്ല. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെറ്റ് അത്യാവശ്യം വേണം. നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, സ്പീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കുന്ന സമയത്ത് നടക്കൂല. അങ്ങനെ നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ നാത്തു കൊടുത്തിന്. ഞാൻ പിന്നെ ചോറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ നാത്തൂൻ്റെ അമ്മയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കുക്കിങ്ങൊക്കെ ചെയ്തത്. അപ്പം എളുപ്പമായും ചെയ്ത് ഗസ്റ്റൊക്കെ വന്നപ്പോഴത്തേന് നമ്മളെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ചിക്കനൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ. പിന്നെ നമ്മൾ കുറേ ചിക്കൻ പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അതേപോലെ പൊരിക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അത്രയും ഓയിൽ പിന്നെ വയറ്റിലാവൂല പൊരിക്കാതെ നിന്നാൽ. അങ്ങനെ ഇനി ഇതൊക്കെ വിളമ്പി കൊടുത്താൽ മതി. പിന്നെ ബീഫ് അമ്മ വെച്ചതാണ് കേട്ടോ. ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. പിന്നെ പാത്രമൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒക്കെ പഴയ പാത്രങ്ങളാണ്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ബീഫ് വരട്ടിയതും ഒക്കെ പ്ലേറ്റിക്ക് വിളമ്പിടുന്നുണ്ട് കേട്ടോ. ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്, ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റ് ആയിക്കാരം. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടെ കഴിക്കണമല്ലേ ബിരിയാണിയൊക്കെ ആകുമ്പോൾ. ബിരിയാണി ആണെങ്കിലും ബീഫ് ആകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ച് കക്കരിക്കൊക്കെ വെട്ടിയിട്ടാണ്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മളൊറ്റക്കല്ലല്ലോ, ഒരു പുതിയാപ്പിള ഉണ്ടല്ലോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ വേണ്ട വെച്ച് കൊടുക്കാൻ. പിന്നെ അമ്മ പപ്പടം പൊരിക്കണുണ്ട്. പപ്പടം പൊരിച്ചതിനോ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. അപ്പം അമ്മ പപ്പടമൊക്കെ എടുത്തുകൊണ്ടെന്ന് അമ്മ പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മറന്നിനി പപ്പടം പൊരിക്കാൻ. അങ്ങനെ ചോറൊക്കെ നമ്മൾ ഒക്കെ ടേബിൾ മേലൊക്കെ കൊണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോട് ഫുഡ് ഇരിക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ ഫുഡ് കഴിക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഓരൊക്കെ വീഡിയോയിൽ കാണിച്ചാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ എന്നൊന്നും അറിയില്ല. നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. പുതിയൊരു കുട്ടി ഒരു കുടുംബത്തേക്ക് വന്നതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പുതിയണ്ണിനെയും പുതിയപ്പളിനെയും വീഡിയോയിൽ കാണിക്കാഞ്ഞ അതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കൽ കുഴപ്പമില്ല ഇനി ഓലെ വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെയാണ് അത് അറിഞ്ഞത് ഒരു പോയി കഴിഞ്ഞതിന് ശേഷം. പിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒരാളെ അനുവാദം ഇല്ലാതെ അങ്ങനെ എടുക്കലില്ല വീഡിയോ. ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ വീഡിയോയിൽ വരുന്നതൊന്നും. അപ്പം ഒരു ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനും ഇനിയിപ്പോൾ നാത്തൂനും ഉമ്മയാണ് കേട്ടോ കഴിക്കാനുള്ളത്. നാത്തൂൻ്റെ അമ്മ, നമ്മളമ്മക്ക് ഓർക്ക് ഫുഡ് കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ കൊടുത്തിന്. അപ്പോൾ നാത്തൂൻ്റെ അമ്മാനോട് അപ്പം കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിച്ചില്ല, നമുക്കൊപ്പം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും പിന്നെ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ കേട്ടോ. എനിക്ക് എൻ്റെ നാത്തൂന് ഒരു പ്ലേറ്റ് വിളമ്പി തന്നിക്കണ്. ഞാൻ അപ്പോൾ ഒന്ന് ഷുഗറൊക്കെ വെറും വയറ്റിൽ പോയി ചെക്ക് ചെയ്ത് വന്നതാണ് കേട്ടോ. 175 അപ്പോൾ അപ്പോൾ മരുന്ന് കുടിക്കുന്നുണ്ട് ഏതായാലും. അപ്പോൾ കുറേ ദിവസം കഴിക്കണം ഏതായാലും ബിരിയാണി കഴിച്ചിട്ട്. അപ്പം ഞാനും ബിരിയാണി കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്